താൻ ഏറ്റവും വെറുക്കുന്ന ഷോ ബിഗ് ബോസ് ആണെന്നും താൻ ഒരിക്കലും ബിഗ് ബോസിൽ പോകില്ലെന്നും പറഞ്ഞ് നാക്ക് ഉള്ളിലിടുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസിൽ പോയി മത്സരിക്കുകയും അവിടെ നിന്ന് കപ്പടിക്കുകയും ചെയ്ത അഖിൽ മാരാരെ മലയാളികൾ ആരും മറന്നിട്ടില്ല. ബിഗ് ബോസ് എന്ന 4 ചുവരിനുള്ളിൽ കിടന്ന് അവിടെയുള്ളവരെ നാക്കുപയോഗിച്ച് കീഴ്പ്പെടുത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല പൊതുജനങ്ങളെ കഴുതകളാക്കുന്നത്. അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും എന്ന് പറയുന്ന പഴഞ്ചൊല്ല് ഏറ്റവും കൂടുതൽ ചേരുന്ന ആളാണ് അഖിൽ മാരാർ എന്ന് പലവട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അഖിൽ മാരാർ എപ്പോഴും ഇടപെടുന്ന വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. തന്നെക്കാളും ബലഹീനരായിട്ടുള്ള ആൾക്കാരെയാണ് അഖിൽ മാരാർ കടന്നാക്രമിക്കാറുള്ളൂ. പിന്നെ നമ്മുടെ വലിയ നേതാക്കളായ നരേന്ദ്രമോദി, വി ഡി സതീശൻ, പിണറായി വിജയൻ എന്നിവരെയും അഖിലേട്ടൻ ശക്തമായി കടന്നാക്രമിക്കാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള വലിയ നേതാക്കൾ അഖിൽ മാരാരെ പോലുള്ള ആളുകളുടെ ആരോപണങ്ങളോട് പ്രതികരിക്കില്ലെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. സമൂഹത്തിന്റെ നാടിമിടിപ്പ് മനസ്സിലാക്കിയും നാക്ക് വളച്ചൊടിച്ച് സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടിയും അഖിൽ മാരാർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ മലയാളികളിൽ പകുതി പേർക്കും മനസ്സിലായില്ലെങ്കിലും വിവരമുള്ളവർ അഖിലിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് സിൻഡ്രോം മനസ്സിലാക്കിയവരാണ്. അങ്ങനെ ഒത്തിരി ഓവർ കോൺഫിഡൻസിൽ അഖിൽ മാരാർ ഈ അടുത്ത് ചെയ്തു വച്ച ഏറ്റവും വലിയ ഒരു മണ്ടത്തരമാണ് ഹാഷ്മിയുടെയും ജിൻഡോ ജോണിന്റെയും മുൻപിൽ പോയി പെട്ടുപോയത്. അന്നത്തെ ദിവസം അഖിൽ മാരാർ തൊട്ടതെല്ലാം പിഴച്ചു എന്ന് മാത്രമല്ല, ഹാഷ്മിയും ജിൻഡോയും അപാര ഫോമിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിലൂടെ ലഭിച്ച എന്റർടൈൻമെന്റ് ഈ അടുത്ത് മലയാളികൾക്ക് വേറെ എവിടൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാറെ വലിച്ചു കീറി ഭിത്തിയിൽ പോസ്റ്ററാക്കി ഒട്ടിച്ച് അത് വീണ്ടും വലിച്ചു കീറുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഹാഷ്മിയും ജിൻഡോ ജോണും നടത്തിയത്. രാഷ്ട്രീയ മത ജാതി വേർതിരിവുകൾ ഇല്ലാതെ മലയാളികൾ എല്ലാവരും കണ്ട് ഇത്രയധികം ആസ്വദിച്ച വേറൊരു പ്രോഗ്രാം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും ഈ പ്രോഗ്രാമിലൂടെ തനിക്കേറ്റ ഡാമേജ് ചെറുതല്ലെന്ന് മനസ്സിലാക്കിയ അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി വൈകാരികമായ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പിന് താഴെയും കനത്ത പൊങ്കാലയാണ്. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കൊട്ടാരക്കര സീറ്റിൽ മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞ് 2020യുടെ സാബു ജേക്കബ് തന്നെ ചതിക്കുകയായിരുന്നുവെന്നാണ് അഖിൽ മാരാറുടെ പ്രധാന ആരോപണം. എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം, എന്നിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാൻ പോകൂ എന്ന്. അങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും, അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ചെവിക്കല്ല് ഞാൻ അടിച്ചു പറിക്കും, എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോകും, അഖിൽ പറഞ്ഞു. ഇതോടെ തൃക്കാക്കര പ്രചരണത്തിനിടയിലെ അഖിലിന്റെ പ്രചാരണ വീഡിയോ ഹാഷ്മി പ്ലേ ചെയ്തു. അതിൽ അഖിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഫെബ്രുവരി 5-ന് ഞാൻ സാബു ജേക്കബിനോട് പറഞ്ഞതാണ്, സർ തൃക്കാക്കര എനിക്ക് വേണം, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മുടെ എ ക്ലാസ് മണ്ഡലമായ പെരുമ്പാവൂർ അന്ന് 2020ക്ക് കിട്ടുമോ എന്ന ഉറപ്പ് വന്നിട്ടില്ല എന്ന്. പെരുമ്പാവൂരാണ് കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത എ ക്ലാസ് മണ്ഡലമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ സ്വയം തീരുമാനിച്ചുറപ്പിച്ച തിരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി ഹാഷ്മി പരിഹസിച്ചു. എന്തുവാണ് അഖിലെ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അഖിൽ ദേഷ്യപ്പെട്ടു. കളിയാക്കി ചിരിക്കരുത്, ഞാൻ പറയുന്നത് കേൾക്കയെന്ന് ആക്രോശിച്ചു. എന്നാൽ ഹാഷ്മി പരിഹാസം തുടർന്നു. അഖിൽ പറഞ്ഞതാണ് ഇതെന്ന് ഹാഷ്മി ആവർത്തിച്ചു. ഇതോടെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരുമെന്നും എന്നാൽ ഇതിൽ സത്യമുണ്ടെന്നുമായി അഖിൽ. പക്ഷേ എങ്ങനെ ഇങ്ങനെ തന്മയത്വത്തോടെ കള്ളം പറയുന്നുവെന്നായിരുന്നു ഹാഷ്മിയുടെ മറുചോദ്യം. ഈ ഒരു സംഭവത്തോടുകൂടി പിന്നീട് ആ പ്രോഗ്രാമിൽ കാണാൻ കഴിഞ്ഞത് അഖിൽ മാരാരെ നിർത്തിയും ഇരുത്തിയും കിടത്തിയും പൊരിക്കുന്ന രംഗങ്ങളായിരുന്നു. സ്വന്തം സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയും BJPയിൽ നിന്ന് 2020ക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ വലിയൊരു ഭാഗം കിട്ടുമെന്ന വമ്പൻ പ്രതീക്ഷയിലും മത്സരത്തിനിറങ്ങിയ അഖിൽ മാരാർ 8 നിലയിൽ പൊട്ടുകയും വേണ്ടത്ര ഫണ്ട് കിട്ടാതെ വരികയും നാട്ടുകാരുടെ മുന്നിൽ പരിഹാസ്യനാവുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിലൂടെ തന്നെ അഖിൽ മാരാർ ഒരു ചെറിയ കോമാളിയായി തീർന്നിരുന്നു. ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതോടുകൂടി ആ ചെറിയ കോമാളിയിൽ നിന്ന് അഖിൽ മാരാർ ഇപ്പോൾ മലയാളികൾക്കിടയിൽ ഒരു വലിയ കോമാളിയായി മാറിയിരിക്കുന്നു. അഖിൽ മാരാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് താൻ ഇലക്ഷനിൽ തോറ്റുപോയത് മണ്ഡലം മാറി നിന്നതുകൊണ്ടാണ് എന്നാണ്. തൃക്കാക്കരയ്ക്ക് പകരം കൊട്ടാരക്കരയിലായിരുന്നുവെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അഖിൽ മാരാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അഖിൽ മാരാരുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട തീരുമാനം എന്ന് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെടുത്ത ആ തീരുമാനത്തെ വിശേഷിപ്പിക്കാം. അഖിൽ മാരാരുടെ സ്ഥാനത്ത് ഈ അവസ്ഥ നേരിടേണ്ടി വന്ന വ്യക്തി ഞാനായിരുന്നുവെങ്കിൽ ആ പ്രോഗ്രാം പകുതിയാകുമ്പോഴേ അവിടെ നിറങ്ങി ഓടിയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു.
എന്നാൽ ആ പ്രോഗ്രാമിൽ മൊത്തം ഇരുന്നു കൊടുത്ത് അവരുടെ വായിലിരിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടിയ അഖിൽ മാരാർ ഇത് അവിടം കൊണ്ട് തീർന്നു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുകയും ജനങ്ങൾ കാണുകയും ചെയ്തത്. പിന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്ത് എല്ലാവരും അഖിലേട്ടനെ ട്രോളാൻ തുടങ്ങി. ഇതുകൂടിയായപ്പോൾ അഖിലേട്ടന് ശരിക്കും വിഷമമായി. അഖിലേട്ടൻ തന്നെ പരിഹസിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ട്രോൾ ഉണ്ടാക്കി ആഘോഷിച്ചാലും കമന്റ് ഇട്ടാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടില്ല. പകരം എനിക്കെതിരെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൂ, പ്രയോജനമുണ്ടാകും. മറ്റൊന്നുമല്ല, ഓണമായിട്ട് ഞാൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. ജൂലൈ 25 മുതൽ ഞാൻ അഗ്നിപരീക്ഷ ഷൂട്ടുമായി തിരക്കിലാണ്. ഒരു ദിവസം വിത്ത് GST 1.5 ലക്ഷത്തോളമാണ് എൻ്റെ ശമ്പളം. നിങ്ങൾ മൂലം എനിക്ക് സന്തോഷം കിട്ടുന്നത് പോലെ നിങ്ങൾക്കും എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പോൾ ഈ ഓണം നമുക്ക് പൊളിക്കാമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. അതേസമയം ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത്. ഇനിയെങ്കിലും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുവെന്ന ഉപദേശങ്ങളാണ് പലരും നൽകിയിരിക്കുന്നത്. ചില കമന്റുകൾ ഇങ്ങനെ: താങ്കൾ ഇനിയെങ്കിലും ആ വരുമാന തുക കൃത്യമായി മാനേജ് ചെയ്യുക. നാളെ ആ കാശിന് മേഴ്സിഡസ് വാങ്ങി അവസാനം അത് വിറ്റ് റേഷൻ കാർഡിലാണ് ചിലവ് എന്ന് പറയരുത്. താങ്കൾക്ക് പിഴച്ചത് ബേസിക് ഇൻറ്റഗ്രിറ്റിയാണ്. അത് നഷ്ടപ്പെടുത്തി കാശ് സമ്പാദിച്ചാൽ അത് ഞൊട്ടയിട്ട പോലെ പോകും എന്നായിരുന്നു ഒരു കമന്റ്. ബിഗ് ബോസിൽ നിങ്ങളെ ഇഷ്ടമായിരുന്നു, പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അസഹനീയമായിരുന്നു. ആദ്യം നിങ്ങൾ ആ ജാസ്മിനെ തോൽപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പിന്നെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. അതൊക്കെ പോരാഞ്ഞിട്ട് നിങ്ങളുടെ നിലപാടുകൾ മാറ്റി BJP ചേർന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസ് പാർട്ടിയിലോ നിന്നിരുന്നെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചേനെ. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇനി നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ ഞങ്ങൾക്കെല്ലാം എത്ര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെറുപ്പായി മാറിയില്ലേ? നിങ്ങൾ വിഷമിക്കേണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെ സ്വന്തം കാര്യം തൂക്കി മുന്നോട്ട് പോകൂ. മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നിർത്തൂ. എന്നിട്ട് മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ ഇടപെടൂ. അപ്പോൾ എല്ലാവരും നിങ്ങളെ വീണ്ടും ഇഷ്ടപ്പെടുമെന്നാണ് വേറെ ഒരാൾ കമന്റ് ചെയ്തത്. ട്രോൾ ഉണ്ടാക്കിയാൽ ഫേസ്ബുക്കിൽ പണം കിട്ടും. ഈ കൊല്ലംകാർ ജോലിസ്ഥലത്തൊക്കെ പ്രശ്നമുണ്ടാക്കി ജോലി വിട്ട് വരുന്ന സമയത്ത് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗ് എൻ്റെ പറമ്പിലെ റബ്ബർ വെട്ടിയാൽ എനിക്ക് ജീവിക്കാം എന്നതാണ്. അതുപോലെ ഒരു അല്പത്തരം തന്നെയാണ് ഈ വരുമാന കണക്ക് പറഞ്ഞ് ആളാവലും. മാസം 5ഉം 10ഉം ലക്ഷം ഇവിടുത്തെ യൂട്യൂബേഴ്സ് വരെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇയാളുടെ ലച്ചം എന്നാണ് ഒരാൾ പരിഹസിച്ചത്. അഖിലേട്ടനും അഖിലേട്ടൻ്റെ ഫാൻസിനും വിഷമമാകും എന്നറിയാം. എന്നാലും പറയാനുള്ളത് ഒരു കാര്യം മാത്രം: ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടും പറ്റിച്ചും ഒരുപാട് നാളൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും ഇമാതിരി കോപ്രായങ്ങൾ നിർത്തി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാകും നല്ലത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.